നമസ്കാരം. രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് സംഘപരിവാർ പ്രസ്ഥാനമായ വിദ്യാഭാരതിക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് പോലും അനവധി സ്കൂളുകളും ട്രെയിനിങ് സെന്ററുകളും അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ വനവാസി കല്യാൺ സംഘിന്റെ കീഴിൽ ആദിവാസി മേഖലയിൽ ഏകലവ്യ വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതാദ്യമായി സേവന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന പരിവാർ സംഘടനയായ സേവാഭാരതി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ഏകൽ വിദ്യാലയ അഭിയാൻ പദ്ധതിക്കാണ് സേവാഭാരതി പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത്. കശ്മീർ താഴ്വരയിലെ 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 1250 ഏകൽ വിദ്യാലയങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള 180 സ്കൂളുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. 2022 ഈ സ്കൂളുകളുടെ എണ്ണം വെറും 800 മാത്രമായിരുന്നു. ഈ 800-ൽ നിന്നുമാണ് 1250-ലേക്ക് സ്കൂളുകളുടെ എണ്ണം ഉയർത്താൻ സാധിച്ചിട്ടുള്ളത്. സാധാരണക്കാരും സുരക്ഷാ സേനയും ഒപ്പം സേവാഭാരതിയും ഒന്നിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള സേവാഭാരതിയുടെ പ്രവർത്തകരും വിവിധ സ്കൂളുകളിലെ പ്രൊജക്ട് ലീഡുമാരുമാണ് ഈ ഏകൽ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകരുന്നത്. 5 മുതൽ 6 വരെ അംഗങ്ങളുള്ള വില്ലേജ് കമ്മിറ്റികളാണ് ഈ സ്കൂളുകളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ഇവരിൽ ചിലരാവട്ടെ പഞ്ചായത്തുകളുടെ പ്രാദേശിക പ്രതിനിധികൾ കൂടിയാണ്. എന്തായാലും സേവാഭാരതിയുടെ പേര് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവത്ഗീതയാണ് പഠിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. പക്ഷേ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമുള്ള, അതായത് 95% മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമുള്ള സ്കൂളുകളിൽ ഖുറാൻ പാരായണം ചെയ്യാൻ കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഖുറാൻ പാരായണത്തിന് പുറമെ രാജ്യസ്നേഹവും ഒരു ഭാരതീയന്റെ കടമകളും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മതത്തെ പുറത്ത് നിർത്തിക്കൊണ്ടല്ല, മറിച്ച് അവരുടെ മതം എന്താണോ അവരെ പഠിപ്പിക്കുന്നത് ആ മതത്തിന്റെ മൂല്യങ്ങൾ കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അതിനൊപ്പം ഇതിലെല്ലാം വലുത് രാജ്യസ്നേഹമാണ് എന്നുകൂടി അവർ ഈ ഏകൽ വിദ്യാലയങ്ങളിൽ നിന്നും പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കശ്മീരിൽ ഇങ്ങനെ ഒരു മാറ്റം ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ലാത്ത ഇടത്തു നിന്നാണ് സേവാഭാരതി ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമെന്നും കല്ലെറിയാൻ വിളിക്കുന്ന ആളുകളുടെ ഒപ്പം കൂടരുത് എന്നുകൂടി കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തീർച്ചയായും ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. ആ കുഞ്ഞുങ്ങളെ എത്ര നന്നായി മോൾഡ് ചെയ്ത് എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ദീർഘവീക്ഷണം സേവാഭാരതിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി വളരെ വിജയകരമാക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.